പൊറോട്ട തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ഡോ മിക്സ് ചെയ്യാണ്. അതിനായിട്ടൊരു ബേസിനിലേക്ക് ഒരു 200 ഗ്രാമോളം മൈദ എടുത്തു. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, അല്പം പഞ്ചസാരയും നമ്മൾ വളരെ നുള്ളു പഞ്ചസാര മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ. ഒരു ലൈറ്റ് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും അല്പം ബ്രൗൺ കളർ ആവാനും വേണ്ടിയാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്പം കൂടി മൈദ ആഡ് ചെയ്ത് നല്ല ടൈറ്റിൽ നമ്മളിതിനെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇത് മിക്സായി വരുന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു ബോള് പരുവത്തിലാക്കി, വലിയൊരു ബോളാക്കിയിട്ട് അതിനെ പുളിക്കാൻ വയ്ക്കുകയാണ്. 1/2 മണിക്കൂറോളം നമ്മൾ ഈ മാവ് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ മുകളിൽ അല്പം ഓയിൽ നമ്മൾ തടവി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം ഡ്രൈ ആയിട്ടിരിക്കും. ഒരു ബൗളിലേക്ക് മാറ്റി നമ്മളൊരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊണ്ട് ഇതിനെ പൊതിഞ്ഞ് 1/2 മണിക്കൂറോളം മാവ് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ ശേഷം ഇപ്പം മാവ് നല്ലോണം പുളിച്ച് വന്നിട്ട് നല്ല സോഫ്റ്റാണ് ഇപ്പോൾ മാവ്. ഇതിന് നമ്മളെ ഒരു ബോള് 2 പൊറോട്ട വീശാവുന്ന രീതിയിൽ നമ്മൾ ട്രേയിലേക്ക് ബോള് പരുവത്തിലാക്കി മാവിനെ ചേഞ്ച് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു ബോളിൽ നമുക്ക് 2 പൊറോട്ട വീശിയെടുക്കാൻ പറ്റും. ഒരേ വലിപ്പത്തിലുള്ള ബോളുകളാക്കി നമ്മളിതിനെ ട്രേയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് ഗീ ആണ് ഒഴിച്ചു കൊടുത്തത്. അല്പം ഡാൽഡയും വെജിറ്റബിൾ ഓയിലും മതി, ഗീയുടെ ആവശ്യമില്ല. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ ഗീ ജസ്റ്റ് തടവി കൊടുക്കുന്നത്. നല്ലൊരു മണമായിരിക്കും ഈ പൊറോട്ട തയ്യാറായി. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു അഡീഷണൽ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അല്പം ഗീ തൊട്ട് തടവി കൊടുക്കുന്നത്. ഇനി നമ്മളിതിനെ ഒരു 10-20 മിനിറ്റോളം റാപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഈ ബോളും ശരിക്ക് പൊളിച്ചു വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സോഫ്റ്റായിട്ടുള്ള വീശിയെടുക്കാൻ പറ്റും പൊറോട്ട. ആദ്യം നമ്മളൊരു റോളർ ഉപയോഗിച്ച് ഇതിന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ്. സൈഡ് മാത്രമാണ് ശരിക്കും നമ്മൾ ഇതിൻ്റെ കട്ടി കുറയ്ക്കുന്നുള്ളൂ. നടുക്ക് കട്ടി കുറച്ച് പെട്ടെന്ന് നമ്മൾ വീശുമ്പോൾ കീറിപ്പോവും. ശരിക്കും ശ്രദ്ധിക്കേണ്ടതിൻ്റെ സൈഡ് മാത്രമാണ് ശരിക്കും പരത്തേണ്ടത്. അതിനെ വെജിറ്റബിൾ ഓയിലോ ഡാൽഡയോ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തടവി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം ഫുള്ള് പൊറോട്ടയുടെ ബോൾ പിടിച്ചിട്ടുള്ള എല്ലാം നമ്മൾ സൈഡ് നല്ല രീതിയിൽ പരത്തി അതിനെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുന്നതോടെ നമുക്ക് പെട്ടെന്ന് ഈ മാവ് പുളിക്കുകയും ചെയ്യും. അതിനെ നല്ല സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് വീശാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ ഏറ്റവും അടിയിലുള്ള പരത്തി വെച്ചിട്ടുള്ളത് എടുത്തിട്ട് നമ്മൾ വീശാണ്. ഇതിന് നമ്മൾ അല്പം ഓയിൽ ഒഴിച്ച്, ഇതിൽ വേണമെങ്കിൽ കുറച്ച് മൈദ കൂടി ആഡ് ചെയ്യാം. അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ 2 പീസാക്കി ഇനി ഇതിനെ ചുറ്റിയെടുക്കുകയാണ്. നമ്മൾ ഓരോന്നായിട്ട് ജസ്റ്റ് പരത്തി തവയിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പാനിലാണ് ചെയ്യുന്നത്. ഒരുപാട് പരത്തുന്നില്ല, അപ്പോൾ നമുക്ക് ലെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് തന്നെ പരത്തിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ അല്പം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറിയതായിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നെങ്കിൽ നല്ല ലെയറായിട്ട് തന്നെ അതിൽ നമുക്ക് എടുക്കാൻ പറ്റും.
ഇനി നമ്മൾ പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ പൊറോട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിനെ കൈ കൊണ്ട് തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ആ ലെയർ ഓരോന്നായിട്ട് വിട്ട് വരും. അപ്പോൾ നമ്മുടെ പൊറോട്ട പൂർണ്ണമായിട്ടും തയ്യാറായിട്ടുണ്ട്.